ഏവർക്കും മാസ്റ്റർ ജിയുടെ കേരള PSC സ്റ്റാഫ്നേഴ്സ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് കീഴിലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഓക്കെ. കേരള PSC സ്റ്റാഫ്നേഴ്സ് എക്സാം പോകുന്ന നഴ്സുമാർക്കായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ വേറെ കേട്ടവർ ചിലപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ വീണ്ടും കേൾക്കുന്നുണ്ടാവും. അവർക്ക് ഒന്നുകൂടി സ്വാഗതം. പുതുതായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർക്കൂടെ സ്വാഗതം. ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. ഓക്കെ. അപ്പോൾ നമ്മൾ PSC എക്സാം എഴുതാൻ പോകുന്ന നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെ ബിലീഫ്. ആരിലാണ്? നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, അല്ലേ? മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് വലിയ കാര്യമാണെങ്കിലും അത് സാധിക്കാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം തന്നെ നേടിത്തന്നു. അപ്പോൾ നമ്മുടെ ആ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നഴ്സിങ്ങിൻ്റെ ഒരുവിധം മേഖലകളിലൂടെയൊക്കെ കടന്നു പോകും. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ്സുകൾ കേൾക്കുക. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങളുടെ നോട്ട്സ് ബുക്കുണ്ട്, ഇതെല്ലാം കൂടി നിങ്ങൾ വായിക്കണം. വായിച്ച് നോട്ട്സ് വേണമെന്ന് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സൗകര്യം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും മതി. ഒരു ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് ഈ PSC എക്സാമിന് ആവശ്യമാണ്. ഓക്കെ. ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെ വിശദമായി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. കൂടാതെ നിങ്ങളും പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ കൂടാതെ ആദ്യം അനാട്ടമി പഠിക്കും, പിന്നെ അതിൻ്റെ ഡിസീസ് കണ്ടീഷൻ പഠിക്കും, ഡയഗ്നോസ്റ്റിക് കണ്ടീഷൻസ് പഠിക്കും, പിന്നെ മുൻവർഷങ്ങളിൽ PSCക്ക് ചോദിച്ച ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒട്ടുമിക്ക ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വളരെ പല പ്രാവശ്യമായിട്ട് അരച്ച് കലക്കി കുടിച്ചൊരു ടോപ്പിക്കായിരിക്കും എൻഡോക്രൈൻ സിസ്റ്റം. എന്നിൽ തന്നെയും പെട്ടെന്ന് മറന്നു പോകുന്ന, മാർക്കുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം, ഈ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ അറിഞ്ഞേണ്ട ബേസിക്കായിട്ട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും നമ്മൾ പറയുകയാണ്. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി നടത്തുന്നു, നമ്മളിപ്പോൾ പതുക്കെ നടന്നു പോവുകയാണ്, പെട്ടെന്നൊരു പട്ടി കടിക്കാൻ വരുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ ഓടി രക്ഷപ്പെടുന്നു, വീട്ടിലെത്തുന്നു, അല്ലേ? അപ്പോൾ എന്താണ്? നമ്മൾ ആദ്യം പതുക്കെ മൂളിപ്പാട്ടും പാടി സിനിമ പാട്ടും പാടി പതുക്കെ നടന്നു വരുന്നതായിരിക്കും. പെട്ടെന്നാണ് പട്ടി കുരച്ചുകൊണ്ട് അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കുന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു, അത് കൺട്രാക്ട് ചെയ്യുന്നു, നമ്മൾ ഓടുന്നു, അല്ലേ? ഓടി കുന്നൊക്കെ ഓടി ഒരു സെക്കൻഡ് വെച്ച് ഓടി കയറി വീട്ടിലെത്തുന്നു. അപ്പം എല്ലാം നമ്മുടെ കുറേ ഹാർട്ട് റേറ്റ് കൂടുന്നു, റെസ്പിറേഷൻ കൂടുന്നു, മസ്കുലർ ആക്ടിവിറ്റി കൂടുന്നു, എല്ലാം കൂടി അവിടെ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്, അല്ലേ, പട്ടി പിറകിലില്ല, സമാധാനമായി, എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാം നോർമലായി. അപ്പോൾ ഒരു ബാലൻസിങ് നമുക്ക് വീണ്ടും നിലയിൽ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാലൻസിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്തുലനാവസ്ഥ, ഹോമിയോസ്റ്റാസിസ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ സ്റ്റിമുലൈ. അപ്പോൾ അത്തരത്തിലുള്ള ഹോമിയോസ്റ്റാസിസിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ 2 കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് നെർവസ് സിസ്റ്റം, 2 എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അതിൽ രണ്ടാമത്തെ കൺട്രോൾ സിസ്റ്റമായിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ഗ്ലാൻഡ്. എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്ലാൻഡ് എന്നറിയണം. എന്താണ് ഗ്ലാൻഡ്? A group of epithelial cells which produce specialized secretions. Epithelial cells എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുറമേ കാണുന്ന കവറിങ്ങിൽ, അല്ലെ, ഓർഗൻസ് അല്ലെങ്കിൽ ലൈനിങ്, ഓർഗൻസിന്റെ പുറമേ കാണുന്ന ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, എപ്പിത്തിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സെൽസിനെയാണ് എപ്പിത്തിയൽ സെൽസ് എന്ന് പറയുന്നത്, എപ്പിത്തിയൽ ടിഷ്യൂസ്. അപ്പം അത്തരത്തിലുള്ള കുറച്ച് എപ്പിത്തിയൽ സെൽസ് കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവ എന്താണ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് സ്പെഷ്യലൈസ്ഡ് സെക്രീഷൻസ്.
ഇപ്പോൾ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് എപ്പിത്തൽ സെൽസിൻ്റെ ഗ്രൂപ്പാണ്. അവ കുറച്ച് സെക്രീഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് ഗ്ലാൻഡ്. ഗ്ലാൻഡുകൾ 2 തരത്തിലുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ഡക്റ്റഡ് ഏതാണ്, ഡക്റ്റിലസ് ഏതാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. എങ്ങനെ ഓർക്കുക? എൻഡോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളികളുടെ ഒരു സ്ഥിരം പല്ലവിയാണ് ഇല്ല. കുറച്ച് പണം ഉണ്ടാവും എടുക്കാൻ, ഇല്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ആൻസർ. ഡക്റ്റിലസ്. ഡക്റ്റ് ഉണ്ടോ? ഇല്ല. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. അവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി വേറൊരു കൂട്ടം ഗ്ലാൻഡുകളുണ്ട്. ദേ ആർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ്, ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ് ആൻഡ് ദേ പ്രൊഡ്യൂസ് എൻസൈംസ്. അല്ലെ, നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ്, കണ്ണുനീര് വരുന്നത് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. നല്ല ഡക്റ്റ് വഴിയാണ് അവരുടെ സെക്രീഷൻസ് ഒഴിക്കുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താണ് ചെയ്യുന്നത്? ദേ ഡയറക്ട്ലി പോർ ദെയർ സെക്രീഷൻ ഇൻ ടു ബ്ലഡ്. ബ്ലഡിലോട്ട് അവരുടെ സെക്രീഷൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് ബ്ലഡിലൂടെ ഒഴുകിക്കിടന്ന് ടാർഗറ്റ് ഓർഗൻസ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിൽ പോയിട്ട് അത് പ്രവർത്തിക്കുന്നു. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ദേ ആർ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്, ദേ പ്രൊഡ്യൂസ് ഹോർമോൺസ്. Exocrine glands, they are ducted glands, they produce enzymes. Okay. അപ്പോൾ endocrine glands, endocrine system എന്ന് പറഞ്ഞാൽ എന്താണ്? It consists of distinct glands and some tissues in other organs which have endocrine function. Particular gland, distinct, ഒരു എണ്ണം കുറവുണ്ട് അവിടെ. ഡിസ്റ്റിങ്ക്റ്റ് ഗ്ലാൻഡ്സ്, പ്രത്യേകതരം ഗ്ലാൻഡുകളാണ്. അവ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ആണ് അവരെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇത്തരം എൻഡോക്രൈൻ ഫംഗ്ഷനുള്ള കുറച്ച് ടിഷ്യൂസ് വേറെ ഓർഗൻസിൽ ഉണ്ടാവാം. അപ്പം ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. സോ എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഗ്ലാൻഡ്സ് ആൻഡ് സം ടിഷ്യൂസ് ഇൻ അതർ ഓർഗൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ പഠിച്ചു എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷനാണ് ഹോർമോൺസ്. ഇത് ഹോർമോൺസിൻ്റെ എന്താണ് ഹോർമോൺ എന്ന് പറയുന്നത്? ദേ ആർ ഡിറൈവ്ഡ് ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് എന്താണ്? പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആണ് അമിനോ ആസിഡ്സ്, അറിയാം. കൂടാതെ ഹോർമോൺസിൽ ചിലപ്പോൾ അമിനോ ആസിഡ് ആവാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബേസ്ഡ് ലിപ്പിഡ്സ് ആവാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺ എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയണം. ഡിറൈവ്ഡ് ഫ്രം അല്ലെങ്കിൽ സിന്തസൈസ്ഡ് ഫ്രം amino acids and cholesterol based lipids. നമ്മുടെ സ്റ്റിറോയിഡ് അല്ല എന്താണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ നമ്മൾ പഠിക്കും. ഹോർമോൺസ് ഒക്കെ സ്റ്റിറോയിഡ്, കൊളസ്ട്രോൾ ബേസ്ഡ് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് തന്നെ ഫാറ്റ് ആണ്. അമിനോ ആസിഡ് എന്തായിരുന്നു? പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഹോർമോണുകൾ അമിനോ ആസിഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ ലിപ്പിഡ് മോളിക്യൂൾസ് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലാൻഡുകൾ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് പേരുകൾ നമ്മൾ ഓർത്തിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു വെക്കുക. ഹൈപ്പോതലാമസ് ഇതൊരു ഗ്ലാൻഡാണ്. എൻഡോക്രൈൻ ഫംഗ്ഷൻ അതുണ്ട് എങ്കിലും നമ്മളിത് ബ്രെയിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ കൂട്ടത്തിൽ ഹൈപ്പോതലാമസ് ഇല്ല. നമ്മൾ പഠിക്കുന്ന ഗ്ലാൻഡ് ഇതാണ്. ആദ്യത്തെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഹൈപ്പോതലാമസ് നമ്മൾ ഒരു ബ്രെയിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ കരുതിപ്പോയിരുന്നത്. അതിപ്പോഴും തന്നെയാണ്. ഓക്കെ. എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മുടെ മെയിൻ ഗ്ലാൻഡ്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, ലൊക്കേഷൻ നോക്കുക. തൈറോയിഡ് ഗ്ലാൻഡ്, അതിന് പിറകെ തന്നെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ തൈമസ് ഗ്ലാൻഡുകളുണ്ട്. പിന്നെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രീനൽ, കിഡ്നിയുടെ കൂടെ ആഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ് അഡ്രിനൽ ഗ്ലാൻഡ്. പിന്നെ തൈമസ് ഗ്ലാൻഡ്, അല്ലെ, തൈമസ് ഗ്ലാൻഡ്. ഇത്രയാണ് മെയിനായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി ലൊക്കേഷൻ നമ്മൾ ഏകദേശം ഐഡിയ ആക്കി. അപ്പോൾ ഇതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ. പിന്നെ കൂടാതെ ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ സെൽസ് ആർ പ്രസന്റ് ഇൻ സം ഓർഗൻസ്. അതായത് മറ്റുള്ള ചില ഓർഗനുകളുടെ അകത്ത് എൻഡോക്രൈൻ ഫങ്ഷണൽ സെല്ലുകളുണ്ട്.
അതാണ് ബാക്കിയുള്ളവ. ഏതാണ്? പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. അതായത് പാൻക്രിയാസിനകത്ത് നമുക്കറിയാം പാൻക്രിയാസ് എന്ന് പറയുന്നത് ഡ്യുവൽ ഗ്ലാൻഡ് ആണ് അല്ലേ? ഇറ്റ് ഹാവ് ഗോട്ട് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. ഡക്റ്റും ഉണ്ട്, പക്ഷേ ഒരുപാട് എക്സോക്രൈൻ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്, കൂടാതെ എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട് പാൻക്രിയാസ്. അതുകൊണ്ട് അതിനെ ഡ്യുവൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു. നമ്മളത് വിശദമായിട്ട് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം പഠിക്കും, ഇവിടെയും പഠിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെല്ലുകളാണ് നമ്മുടെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ മാത്രമേ ഉള്ളൂ. ഓർഗൻ മൊത്തം എൻഡോക്രൈൻ ഫംഗ്ഷൻ അല്ല, കുറച്ച് സെല്ലുകൾ മാത്രം ഈ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നു, പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. പിന്നെ ഓവറീസ് ഇൻ ഫീമെയിൽ, അതായത് ഫോളിക്കുലർ കോർപ്പസ് ലൂട്ടിയം, അതിലുള്ള സെല്ലുകൾ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നു, ഓവറീസ് ഇൻ ഫീമെയിൽ. അതേപോലെ ടെസ്റ്റിസ് ഇൻ മെയിൽസ്, ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ്, ഇത് എൻഡോക്രൈൻ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. കൂടാതെ ഹോർമോൺസ് ബൈ പ്ലാസൻറ്റ, പ്ലാസൻറ്റയിലുള്ള പ്ലാസൻറ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ. പ്ലാസൻറ്റയ്ക്ക് വേറെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, കൂടെ ഈ എൻഡോക്രൈൻ ഫംഗ്ഷൻ കൂടി ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, ഇൻട്രൊഡക്ഷനിൽ പ്ലാറ്റ് വരുന്നേ ഉള്ളൂ. ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ്. നമ്മൾ ഓരോ ഗ്ലാൻഡും സെപ്പറേറ്റ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക. കൂടാതെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, മെറ്റബോളിസത്തിനൊക്കെ സ്പീഡപ്പ് ചെയ്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് ഈസ് ദ ഫിസിക്കൽ മെച്ചുറേഷൻ ഓഫ് ദ ബോഡി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ മെച്ചുറേഷൻ. നമ്മൾ പീഡിയാട്രിക്സിലേക്ക് പഠിക്കും, നിങ്ങൾ പഠിച്ചു കാണും ചിലപ്പോൾ അല്ലേ? ഓക്കെ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. റീപ്രൊഡക്ഷൻ, നമ്മൾ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് അല്ലേ പഠിക്കും. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആൻഡ് എമർജൻസി മാനേജ്മെന്റ്, അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് സഹായിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ് വോളിയൂംസ് ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ, ഇതും കൂടെ അതിൻ്റെ ഫംഗ്ഷനാണ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, ഹോർമോൺ റെഗുലേഷൻ. എങ്ങനെയാണ് ഹോർമോൺസ് നമ്മുടെ ബോഡിക്കകത്ത് റെഗുലേറ്റ് ചെയ്യുന്നത്? രണ്ട് മെക്കാനിസമാണ് നമ്മുടെ ബോഡിക്കകത്തുള്ളത്. എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും അല്ലെ? എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം? ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ബോഡിക്ക് കുറച്ച് അളവിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. അത് കൂടി വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൈപ്പോതലാമസ് കുറച്ച് സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഈ തൈറോയിഡ് ഹോർമോൺസ് ഹൈപ്പോതലാമസിന് സെൻസ് ചെയ്യും. ഹൈപ്പോതലാമസ് മനസ്സിലാക്കും തൈറോയിഡ് ഹോർമോൺസ് കൂടുതലുണ്ട്. അപ്പോൾ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട്, നമ്മൾ പഠിക്കും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യും. എന്താണ്? നീ തൽക്കാലം TSH ഒന്ന് കുറച്ചേക്കുക. TSH എന്തായിരുന്നു? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയും TSHന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ. അങ്ങനെ TSH കുറച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? തൈറോയിഡ് ഗ്ലാൻഡിൽ സ്റ്റിമുലേഷൻ കുറയും. പേര് തന്നെ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനോട് പറയും തൈറോയിഡ് അത് ഉൽപ്പാദിപ്പിക്കേണ്ട, TSH ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. TSH അധികമാകുമ്പോഴാണ് തൈറോയിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺസ് T3 T4 ബ്ലഡിൽ കൂടുമ്പോൾ ഹൈപ്പോതലാമസ് മനസ്സിലാക്കി കുറയ്ക്കും, അതിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രസൻസ് അതിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ വേണ്ടി കാരണമാകുന്നു അല്ലെ? തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് അത് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ തന്നെ കാരണമാകുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം പറയുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്ത്? തൈറോയിഡ് ഹോർമോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ നമ്മളറിയാം ഡ്യൂറിങ് ലേബർ, നമ്മൾ മിഡ്വൈഫറി പഠിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ലേബർ ഈ ഫീറ്റൽ ഹെഡ് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരും അല്ലെ? അവസാനത്തെ ലേബർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളറിയാം ക്രൗണിങ് ഒക്കെ നടക്കുമ്പോൾ ഫീറ്റൽ ഹെഡ് അവിടെ ഡിസെൻഡ് ചെയ്യും, എൻഗേജ്ഡ് ആകുമ്പോൾ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ആ ഫീറ്റൽ ഹെഡ് താഴോട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്യും. ലോവർ യൂട്രൈൻ പോള് കുറച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. അല്പം ഓക്സിറ്റോസിൻ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സിൽ നിന്നും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ആ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? യൂട്രസ് കുറച്ച് കൺട്രാക്ട് ചെയ്യും, സ്ട്രോങ് ആയിട്ട് കൺട്രാക്ട് ചെയ്യും. ആ കൺട്രാക്ഷൻ വരുമ്പോൾ
ഈ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. മുകളിലത്തെ ഭാഗങ്ങളിൽ നിന്ന് കൺട്രാക്ട് ചെയ്യുമ്പോൾ കുട്ടി കുറച്ചുകൂടി താഴോട്ട് അധികം വരും. അപ്പോൾ വീണ്ടും സ്ട്രെച്ചിങ് കൂടും. അപ്പോൾ വീണ്ടും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. അങ്ങനെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് കൂടി വന്ന് നല്ല കൺട്രാക്ഷനൊക്കെ വരുന്നു അല്ലേ. അങ്ങനെ കൂടി നമുക്കറിയാം, അതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കുട്ടി ഇങ്ങനെ കൂടി സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് വരുന്ന കുട്ടി പുറത്തെത്തി കഴിയുമ്പോൾ എന്താണ്, യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ കുറയും, നിൽക്കുന്നു. അൺലെസ് എ സ്റ്റോപ്പ് ഒക്കേഴ്സ്. അപ്പം അത്തരത്തിൽ ഒരു ഹോർമോണിൻ്റെ പ്രസൻസ് അതിൻ്റെ അഗ്രവേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് സെക്രീഷന് കാരണമാകുന്നെങ്കിൽ അത് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. സിമ്പിളാണ്, വലിയ കുതിര കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹോർമോൺ അല്പം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പം അത്തരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പേഴ്സൺ സഹായിക്കുന്നു എങ്കിൽ അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇത് ഓക്സിറ്റോസിൻ റിലീസ് ഡ്യൂറിങ് ലേബർ. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് നമ്മൾ പറഞ്ഞു എന്താണ്, അതിൻ്റെ അളവ് കൂടുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാകുന്നു. ഹൈപ്പോതലാമസ് അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറയും TSH കുറക്ക്, അങ്ങനെ TSH കുറയ്ക്കും. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീഷൻ കുറയ്ക്കും. ലേബറിൻ്റെ സമയത്ത് കുട്ടി ഇറങ്ങി വരുമ്പോൾ അല്പം ഓക്സിറ്റോസിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും സ്ട്രെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കൂടുതൽ കൺട്രാക്ഷന് കാരണമാവുന്നു. ഇപ്പോൾ കൂടുതൽ കുട്ടി താഴോട്ട് ഇറങ്ങുന്നു, കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്നു, വീണ്ടും കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ അതൊരു ഭയങ്കരമായുള്ള കൺട്രാക്ഷൻ വന്ന് കുട്ടി അങ്ങ് പുറത്തോട്ട് ഇറങ്ങി വരുന്നു. അതെന്താണ്, പോസിറ്റീവ് റെഗുലേഷൻ ഓഫ് ഹോർമോണാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിച്ചിട്ട് ഇതിൽ എമംഗ് ദ ഫോളോവിങ് വിച്ച് ഈസ് ദൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഓഫ് ഹോർമോൺ റെഗുലേഷൻ. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിനുള്ള എക്സാമ്പിൾസ് ആണ് തൈറോയിഡ് ആണ്, തൈറോയിഡ് ആൻഡ് സ്റ്റിറോയിഡ്, തൈറോയിഡ് ഹോർമോൺ ആൻഡ് സ്റ്റിറോയിഡ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, ഒട്ടുമിക്ക ഹോർമോണുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, അറിയാവുന്ന കാര്യങ്ങളാണ്. ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും, അപ്പോൾ ഇൻസുലിൻ യൂട്ടിലൈസേഷൻ കൂടും, ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ കൂടും. ഗ്ലൂക്കോസ് നമ്മൾ പഠിക്കും ലിവറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്ന പണിയാണ് ആർക്ക്, ഇൻസുലിൻ അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ച് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയോ കൂടുകയോ ചെയ്യും. അതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കുറവിന് കാരണമാകുന്നു പ്രൊഡക്ഷൻ. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഞാൻ പറഞ്ഞില്ലേ, ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ ലേബറിൻ്റെ സമയത്ത് അത് അല്പം ഉണ്ടാകുന്നു, കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, ഓക്സിറ്റോസിൻ്റെ ഭയങ്കര വയലൻ്റ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നു, കുട്ടി പുറത്തേക്ക് വരുന്നത് വരെ. ഓക്കെ, അത്തരത്തിലുള്ളത് പോസിറ്റീവ് എക്സാമ്പിളാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. അതിന് എക്സാമ്പിളാണ് ഇതൊക്കെ ഓക്സിറ്റോസിൻ. കൂടാതെ വേറൊരു സംഭവമുണ്ട്, പ്രൊലാക്റ്റിൻ, മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അതുതന്നെയാണ് കുട്ടി ജനിച്ച ഉടനെ തന്നെ നമ്മൾ അമ്മയെ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് നൽകാൻ വേണ്ടി കൊടുക്കുമ്പോൾ കുട്ടി സക്കിൾ ചെയ്യുമ്പോൾ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോളാർ നിന്നും മെസ്സേജ് ഹൈപ്പോതലാമസിലോട്ട് പോകുന്നു, അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പ്രൊലാക്റ്റിൻ സെക്രേറ്റ് ചെയ്യാൻ പറയുന്നു. അതുപോലെ ഓക്സിറ്റോസിനും. അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക് ഇജക്ഷൻ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ രണ്ടും കൂടി കുട്ടിക്ക് നന്നായിട്ട് മിൽക്ക് കിട്ടാൻ സഹായിക്കുന്നു, കുട്ടി കൂടുതൽ കുടിക്കുന്നു, വീണ്ടും ഈ സ്റ്റിമുലേഷൻ പോകുന്നു, കുട്ടി പാല് കുടിച്ച് കഴിയുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ FSH ആൻഡ് LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ, നമ്മളിത് പഠിക്കും. അത് ഓവുലേഷൻ സമയത്ത് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു. ഈസ്ട്രോജൻ വീണ്ടും പോയി ലൂട്ടിനൈസിങ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റിമുലേഷൻ ചെയ്യുന്നു. അങ്ങനെ ഓവുലേഷൻ വളരെയധികം നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഹോർമോൺ റെഗുലേഷൻ സിസ്റ്റം. സോ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഗ്ലാൻഡുകളുടെ പൊസിഷൻ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഗ്ലാൻഡ് എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഗ്ലാൻഡ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് which secrete specialized secretions and this secretion is known as hormone. ഹോർമോൺ എന്താണ്? ഒരു അമിനോ ആസിഡിൽ നിന്നും അല്ലെങ്കിൽ അമിനോ ആസിഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബേസ്ഡ് ലിപ്പിഡ്സിൽ നിന്നും ഉണ്ടായതാവാം. ഹോർമോൺസ് ആർ ഓൾസോ നോൺ ആസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ എന്താണ്? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പം മനസ്സിലാക്കുക എന്താണ് നെഗറ്റീവ്. ആ ഹോർമോൺ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അതിൻ്റെ അത് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ
കൂട്ടാൻ കുറയ്ക്കാൻ വേണ്ടി കാരണമാവുന്നു. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. തൈറോയിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. പിന്നെ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, ഇതൊക്കെ നമ്മൾ പഠിക്കും കൂടുതലായിട്ട്. കൂടാതെ പോസിറ്റീവിന് എക്സാമ്പിളാണ് ഓക്സിറ്റോസിൻ ഡ്യൂറിങ് ലേബർ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ, പ്രൊലാക്റ്റിൻ ഹോർമോൺ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വരുന്ന വീഡിയോസിൽ കൂടുതൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഈ വീഡിയോ പാസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതിൻ്റെ വിജയം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ ഇടാം. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ എങ്ങനെ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നതാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.